ആൽബർട്ട് അലക്സ്, സൂപ്പർവൈസർ, ഗോൾഡൻ വാലി ടി എസ്റ്റേറ്റ്, സൂര്യഗിരി. Good morning. Good morning. I am Isaac Thomas from Crime Branch. Glad to meet you. I am Krishnan Unni Menon. Please take your seat. Thank you. എന്താ പ്രത്യേകിച്ച് ഈ വഴി? ഇയാളെ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഇല്ല. കഴിഞ്ഞ ദിവസം താങ്കളുടെ എസ്റ്റേറ്റ് ബൗണ്ടറിക്ക് അടുത്ത് വെച്ചുണ്ടായ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടത് ഇയാളാണ്. കുറേയേറെ ക്രിമിനൽ കേസുകളിൽ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കക്ഷിയെ. ചുരുക്കി പറഞ്ഞാൽ ആളൊരു വാടക കൊലയാളിയാണ്. എനിക്ക് നിങ്ങളുടെ വർക്കേഴ്സ് സെൽസിലൂടെ ഒന്ന് കാണണമായിരുന്നല്ലോ. ഈ കക്ഷി ആരെങ്കിലും കണ്ടിരുന്നോ, ഉണ്ടെങ്കിൽ എവിടെ വെച്ചാണ് എന്നിങ്ങനെ ചില ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയായിരുന്നു. ഞാൻ വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യാം. ദാറ്റ് വിൽ ബി ഫൈൻ, താങ്ക് യു. ഈ സൂപ്പർവൈസർ ആൽബർട്ട് അലക്സ്, എനിക്ക് ആദ്യം കാണുന്നത് അയാളെയാണ്. என்ன மரியம்மா, உன் பொண்ணு இன்னைக்கு வேலைக்கு இல்லையா? என்னாச்சு? ஐயா, அவளுக்கு உடம்பு சரியில்லை. என்னம்மா இவ்வளவு மெதுவா கிளற? கை கையாதான் விழிக்குதா? கடற்கரை வேலையை பாரு. சூப்பர்வைசர் சார், உங்களை போலீஸ் கூப்பிடுறாங்க. You are Mr. Albert Alex? അതെ സർ. ഈ ഫോട്ടോയിൽ കാണുന്ന സലീം നിങ്ങളെ കാണാൻ വന്നിട്ട് എപ്പോഴാ തിരിച്ചു പോയത്? സലീമോ? അതെ, കഴിഞ്ഞ ദിവസം ജീപ്പ് ആക്സിഡന്റിൽ മരിച്ച സലീം. എന്നെ കാണാൻ വന്നിട്ടില്ലല്ലോ. നിങ്ങളെ കാണാൻ വന്നിട്ടില്ല? ഇല്ല. നിങ്ങൾക്ക് അയാൾ പരിചയമേ ഇല്ലല്ലോ? ഇല്ല സർ, എനിക്ക് പരിചയമില്ല. മിസ്റ്റർ മേനോൻ, അപ്പോഴാരാ പറഞ്ഞത് അയാൾ ആൽബർട്ടിന്റെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടെന്നോ? എടാ, ഓരോരുത്തന്മാര് കാച്ചുന്ന കാറ്റ്. മിസ്റ്റർ ആൽബർട്ടിന്റെ നാടെവിടെയാ? നെന്മാറ. ഓ, പാലക്കാട്. എനിക്ക് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് തരുന്നതിൽ വിരോധമില്ലല്ലോ? ഇല്ല. എന്തിനാ സർ? നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരുടെ കാര്യം പറയാൻ പറ്റുമോ? കിണറ്റിൽ മുങ്ങിയ കുളത്തിലല്ലേ പൊങ്ങുന്നത്? ആജീവനാന്ത ആരാ ഒരേ ജോലിയിൽ തന്നെ ഇരിക്കുന്നത്? ഇന്നിവിടെയാണെങ്കിൽ നാളെ മറ്റൊരിടത്ത്. അപ്പോ ഫ്യൂച്ചറിൽ കോണ്ടാക്ട് ചെയ്യാൻ ഒരു പെർമനന്റ് അഡ്രസ്. NENMAR. ഇങ്ങനെയല്ലല്ലോ വരേണ്ടത്. NEMMAR. അതല്ലേ ശരി? അതെ സർ. That's it. താങ്ക് യു മിസ്റ്റർ ആൽബർട്ട്. നിങ്ങളുടെ പണി നടക്കട്ടെ. താങ്ക് യു. എന്തായി ആൽബർട്ടിന്റെ നാട്ടിൽ പോയിട്ട്? കഴിഞ്ഞ 6 മാസമായിട്ട് ഈ ആൽബർട്ടിനെ കുറിച്ച് യാതൊരു വിവരമില്ല. അയാളുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ലോക്കൽ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. എന്നിട്ട് അന്വേഷണമൊന്നും ഉണ്ടായില്ലേ? അയാൾക്ക് ബന്ധുവെന്ന് പറയാൻ ഒരു അമ്മാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഫർദറായിട്ട് ഒന്നും ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും നാട് വിട്ട് പോയിരിക്കുമെന്നാണ് അവിടുത്തെ സംസാരം. Now it is clear. സാർ, ഇത് സേതുമാധവൻ ആൽബർട്ടിന്റെ ഐഡന്റിറ്റിയിലാണ് ഇയാൾ ഇപ്പൊ ജീവിക്കുന്നത്. ഇയാളെങ്കിൽ പൊക്കിയാലോ സാർ? വരട്ടെ. നമുക്കാദ്യം ഈ സാറിനെ ഒന്ന് കാണണം. താൻ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല സാർ. സോറി, ഞാൻ അല്പം ബിസി ആയിരുന്നു. തന്നെ വിളിപ്പിച്ചത്
എടോ എന്റെ അംബാസഡർക്കാരന് അല്ലറ ചില്ലറ പണിയുണ്ട്. താനാവൊന്ന് കൊണ്ടുപോയി നീറ്റായി കൊണ്ടുവരണം. ചെയ്യാം സാർ. ആ ഇരിക്കേ. വേണ്ട സാർ. ഇരിക്കടോ. പെട്രോൾ എഞ്ചിൻ മാറ്റി ഡീസൽ കയറ്റിയാലോ എന്നൊരു ആലോചന. താനെന്ത് പറയുന്നു? നല്ലതാണ് സാർ. പിന്നെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സേതുമാധവനുണ്ടല്ലോ, അയാളിപ്പോ എവിടെയാ? അറിയില്ല സാർ. എന്നാ താൻ പോ. അതെ, ആ സൂര്യഗിരിയിലെ ഗോൾഡൻ വാലി എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ആൽബർട്ടിനെ തലക്കറിയാവോ? അറിയില്ല സാർ. ശരി ശരി. പിന്നെ ഈ ഡീസൽ എഞ്ചിൻ കയറ്റാന്ന് വെച്ചാൽ മെറ്റഡോറോ ജെയോ ഏതാ നല്ലത്? എല്ലാം നല്ലതാണ്. ആദ്യം അല്ലറ ചില്ലറ പണിയൊക്കെ തീരട്ടെ. ശരി സാർ. നിന്നെ വിളിച്ച അയാളിങ്ങനെല്ലാം ചോദിച്ചെന്തിനാ എനിക്ക് മനസ്സിലാവാത്തത്. ഐസക് ഒരു കുറുക്കനാ. എന്തിനുള്ള ഭാവമാണെന്ന് ആർക്കറിയാം. എടാ അന്ന് ഞാൻ നിന്റെ പറഞ്ഞില്ലേ ഒരുത്തിന് എന്റെ കാശ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചെന്ന്. അവൻ ഇവിടെ കണ്ട വെച്ചൊരു ആക്സിഡന്റിൽ ചത്തു. അന്ന് ഈ ഐസക്കാണ് അവനെ അറിയോന്ന് ചോദിച്ച് എന്റെ അടുത്ത് വന്നത്. അന്നേ അയാൾക്ക് എന്നിൽ എന്തോ സംശയമുള്ളത് പോലെ. പുലിവാനായ കോള. സ്വസ്ഥത നശിച്ചല്ലോ ഭഗവാനെ. നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. കുറച്ച് ദിവസത്തേക്ക് ലീവ് എഴുതി കൊടുക്കും. നാളെ നമുക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് പോവാം. ഇവിടെ നിന്നൊന്ന് മാറി തിരിച്ചെത്തുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. എന്താ ആൽബർട്ടി പറയുന്നത്? ഇപ്പോൾ ലീവ് എടുത്താൽ എങ്ങനെയാ? ഒന്നാമത് നിങ്ങളുടെ പ്രൊബേഷൻ തന്നെ കഴിഞ്ഞിട്ടില്ല. സാർ അത് കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാ. കഴിയുന്നതേ ഞാൻ തിരിച്ചെത്താം. ഒരാഴ്ചയിൽ കൂടുതൽ എന്തായാലും പറ്റില്ല. ഒന്നാമത് മാനേജറിന് ലീവ്. ഹലോ, കൃഷ്ണനുണ്ണി ഹിയർ. ആരെ? ആൽബർട്ട്, ജസ്റ്റ് 1 സെക്കൻഡ്. ഹലോ ആൽബർട്ടേ, ഇത് ഞാനാ, സാക്ഷാൽ ആൽബർട്ട്. ഹലോ, ആരാ? എന്റെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് ജോലിയൊക്കെ സമ്പാദിച്ച് വിലസി എങ്ങനെ കഴിയുകയാണല്ലേ സുഹൃത്തെ? ഈ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി സ്കൂളിലും കോളേജിലുമായി 10-15 വർഷം ഞാൻ പെട്ട പാട് താൻ കേൾക്കുന്നുണ്ടല്ലോ. പേടിക്കണ്ട, പോലീസിലൊക്കെ അറിയിച്ച് തന്നെ അകത്താക്കണമെന്നൊന്നും എനിക്കില്ല. എന്റെ പ്രസന്റ് പ്രശ്നം പണമാണ്. താനൊരു കാര്യം ചെയ്, ഇന്ന് രാത്രി 12 മണിയാകുമ്പോ നമ്മുടെ സിറ്റിയിലെ പുതിയ സ്റ്റേഡിയത്തിന്റെ ബേസ്മെന്റിൽ ഒരു 25,000 രൂപയായിട്ട് വാ. ഞാൻ കാത്തിരിക്കും. പിന്നെ വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഞാൻ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടായിരിക്കും. മനസ്സിലായല്ലോ? മനസ്സിലായി. വെക്കട്ടെ. എടാ, ആളിനെ കാണുന്നില്ലല്ലോ. മണി 12 കഴിഞ്ഞു. കൃത്യം 12 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? എടാ, നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. എന്തായാലും കണ്ടല്ലേ പറ്റൂ. ഇത് വലിയ ശല്യമായല്ലോ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി എനിക്ക് കാത്തു നിൽക്കാൻ വയ്യ. എടാ റോയി, നീ എന്റെ അവസ്ഥ മനസ്സിലാക്കാത്തെന്താ? നാളെ അവൻ പോലീസിൽ എങ്ങനെ കംപ്ലൈന്റ് ചെയ്തേ എന്റെ ലൈഫ് പോവും. ആരെങ്കിലും പറഞ്ഞ വേലിരിക്കുന്ന പാമ്പിനെ എടുത്ത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്റെ ഈശ്വര, ഏത് നേരത്താണാവോ ചാക്കുണ്ണിയേറ്റിനെ ഇന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ തോന്നിയത്? എടാ സേതു, എന്ത് മണ്ടത്തരമാണ് നമ്മൾ ഈ കാണിച്ചത്? നിന്റെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉള്ള കാര്യവും നീ ഗോൾഡൻ വാലിയിൽ ജോലി ചെയ്യുന്ന കാര്യവും ആകെ കൂടി അറിയാവുന്ന ചാക്കുണ്ണിയേട്ടനല്ലേ? ഈ ആൽബർട്ടിന് നിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അത് ചാക്കുണ്ണിയേട്ടൻ വഴിയല്ലേ പറ്റൂ. അങ്ങനെ കണ്ടാ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാമല്ലോ. നീ വാ,
നമ്മൾ രാവിലെ ലോഡ്ജിൽ പോകുന്നു, ചാക്കുണ്ണേട്ടനെ കാണുന്നു, വിവരങ്ങൾ അറിയുന്നു. കേറ്. വെറുതെ രാത്രി മുഴുവൻ മഞ്ഞുകൊണ്ട് ഉറക്കം ഉളച്ചത് മിച്ചം. കയ്യേന്ന് വിടാൻ കയ്യേന്ന് വിടാൻ എനിക്കൊന്നും അറിയില്ലെന്ന്. ചാക്കുണ്ണിയുടെ ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, എനിക്കൊരു കുന്തവും കേക്കണ്ട. അവൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുമില്ല, ഞാനൊന്നും അങ്ങോട്ട് പറഞ്ഞതുമില്ല. പിന്നെ ആരാ ഫോൺ ചെയ്തത്? അവന്റെ ഡൂപ്പനായിരിക്കും. ഇത് കൊള്ളാമല്ല, ഒരു ഉപകാരം ചെയ്തതിന് എന്നെ ശിക്ഷിക്കാണ്. അതെങ്ങനെയാ ചാക്കുണ്ണിയേട്ട? സർട്ടിഫിക്കറ്റിന്റെ കാര്യവും ഞാൻ സൂര്യഗിരിയിലാണെന്നുള്ള വിവരവും ചാക്കുണ്ണിയേട്ടൻ പറയാൻ അവൻ എങ്ങനെ അറിയാനാ? എന്റെ പൊന്നു സതു, ഞാൻ പറഞ്ഞില്ല എന്ന്. വിട്, നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഏതായാലും പറഞ്ഞ സമയത്താ വന്നില്ലല്ലോ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. വാ. ഒരു കരപറ്റിപ്പോയി എന്ന് കരുതിയതാണ്. അപ്പതേ വീണ്ടും വരണം വഞ്ചിയും വലയമായിട്ട്. ഏത് നേരത്താണ് ഈ കുരിശിന്റെ ഒക്കെ മുഖം ഞാൻ കണ്ടത്? എന്റെ ഈശോയെ.